സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പൊ ഉള്ളടെ മടിക്കേരി എത്തി. അങ്ങനെ രാവിലെ ഇപ്പൊ എത്ര സമയം? 8:30 മണിയായി. നോക്ക് മക്കളെ, ഫോഗ് നോക്ക് ബാക്കില്. നമ്മ നിൽക്കുന്ന ഹോം സ്റ്റേന്റെ മേലത്തെ വ്യൂ ആണ്. യോമോനെ, ഏത് തണുപ്പ് തണുപ്പ്, അഡാറ് തണുപ്പ് നോക്കി. ഏത് വ്യൂ! 8:30 മണി കഴിഞ്ഞു. നോക്കിയ അഡാറ് അഡാറ്. ഇപ്പൊ സമയം 9:20. ഞങ്ങളുള്ള മടിക്കേരി ടൗണിൽ ഞങ്ങൾ ഒരു വ്യൂ പോയിന്റ് നോക്കാൻ വന്നത്. ഏടെന്ന് വെച്ചാൽ മണ്ടൽപേട്ട് ഏകദേശം 14 കിലോമീറ്റർ ഉണ്ട്. 14 കിലോമീറ്റർ ജീപ്പിലാണ് പോകണം. ഇവിടുന്ന് 2500 രൂപ എന്ന ആ സ്ഥലത്തേക്ക് പോകാനുള്ളത്. 2500, 14 കിലോമീറ്റർ ഉണ്ട്. 14 കിലോമീറ്റർ 10 കിലോമീറ്റർ നോൺ ഓഫ് റോഡും 4 കിലോമീറ്റർ ഓഫ് റോഡും. ഓഫ് റോഡ് എന്ന് വെച്ചാൽ അഡാർ ഓഫ് റോഡ്. പ്രത്യേകം പറയാണ്, രാവിലെ പോകുന്ന ആൾക്കാരെല്ലാം ബാത്റൂമിൽ പോയിട്ട് ബാരെല്ലാം ക്ലിയർ ആക്കിയത്. ഇല്ലെങ്കിൽ ജീപ്പിന്റെ ഉള്ളിൽ കാര്യം സാധിക്കും. കാരണം ബാരെല്ലാം കുളു 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 ബാർ ഫുള്ള് കുളിക്കുന്നു. ഞങ്ങൾ എത്രോട്ട് മടിക്കേരി വന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു കണക്കില്ല. അന്നെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ഫസ്റ്റ്. ഞങ്ങൾ ഇതുവരെ വീട്ടിലേക്ക് പോയില്ല. എന്ത് പോകാൻ ഞങ്ങൾക്ക് ആർക്കും അറിയുന്നില്ല. കുറേയോട്ട് പോകാൻ പോയെങ്കിൽ പറയുന്നു, പക്ഷെ ഞങ്ങൾ എത്തിയിട്ടില്ല. ഇത് ഇന്ന് പോകുന്ന ചമ്മുന്റെ ഒറ്റ നിർബന്ധത്തിൽ പോകുന്നത്. ഇപ്പൊ ഞങ്ങൾ ഓഫ് റോഡ് തുടങ്ങാൻ പോകുന്ന. വീടിനാണ് ഓഫ് റോഡ് സ്റ്റാർട്ടാണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് ബാൻഡ് ജോലി എന്താക്കി പോയിട്ട് ചായ വെങ്ങ. അങ്ങനത്തെ തണുപ്പിനെ ചൂടാക്കാൻ വേണ്ടി ചായ വെങ്ങ. ചായ കൊണ്ടുപോയി ചായം തണുത്ത്. അങ്ങനെ തണുത്ത ചായ കുടിച്ച് ഒരു സൈഡ് നിൽക്കുമ്പോഴേക്ക് ഡാൻസ് ഓഫ് റൈഡ് മാംഗ്ലൂർ വന്ന ഓഫ് റൈഡ് പിള്ളേരെ ഡാൻസ്. ആ ഡാൻസ് നോക്കി നിൽക്കുന്ന സിയാബാണ് ഇത്. സിയാബിന്റെ കണ്ണിന് പ്രത്യേകത വെച്ചാൽ സിയാബ് ഉറങ്ങുമ്പോൾ മാത്രമേ കണ്ണാടി എടുക്കുന്നത്. ബാക്കി ഫുൾ ടൈം സിയാബിന്റെ കണ്ണിൽ കണ്ണാടി ഉണ്ടാവും. അങ്ങനെ ഡാൻസ് തുടങ്ങി. ഈ ഡാൻസ് ഞങ്ങൾക്ക് ഓരൊക്കെ കളിക്കാനുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ കളിക്കാൻ കഴിയാത്ത സാഹചര്യം എന്നുള്ളത്. അങ്ങനെ ഇവിടെ മജ എടുത്തത് നേരെ മുമ്പോട്ടേക്ക് പോകുന്ന ഓഫ് റൈഡ് സ്റ്റാർട്ടായി. ഓഫ് റൈഡ് സ്റ്റാർട്ടായിട്ട് മുമ്പ് നമുക്കൊരു എൻട്രി ഫീസ് ഉണ്ട്. വ്യൂ പോയിന്റിലേക്ക് 50 രൂപയാണ് ഒരാൾക്ക്. ഞങ്ങൾ 250 രൂപ കൊടുത്തിരുന്നു. ജീപ്പിന്റെ ഡ്രൈവർ ആണ് ടിക്കറ്റ് എടുക്കുന്നത്. ഒന്നാം ക്ലാസ്സിലെ പിള്ളേരുടെ സ്വഭാവം ഇവർക്ക്. ജീപ്പിന്റെ ഡ്രൈവർ പോയ സമയത്ത് ഇവരെന്താക്കി ജീപ്പിനുള്ളത് പുറത്തു. ഇത് കണ്ട ജീപ്പിന്റെ ഡ്രൈവർ പെട്ടെന്ന് ഇങ്ങോട്ടാറ് പെട്ട് സിയാബക്കിന് പാങ്ങല് കിട്ടിന് പെട്ട്. അങ്ങനെ ജീപ്പിന്റെ ഡ്രൈവർ ജമ്മു സമാലാക്കി നമ്മ നേരെ മുമ്പോട്ടേക്ക് പോകുന്നത്. ഇതാണ് മുമ്പോട്ടേക്കുള്ള ഓഫ് റോഡിലേക്കുള്ള റോഡ്. റോഡ് എന്ന് വെച്ചാൽ റോഡില്ല തോടന്നെ. അയില നോക്കിയാലും കുണ്ടിയില നോക്കിയാൽ മേലെ, എയില നോക്കിയാൽ പേടിച്ചിട്ട് മുമ്പോട്ടേക്ക് പോകുന്നുള്ളത്. ഇതെല്ലാം ബൈക്കിൽ വന്ന ആൾക്കാരാണ്. അതെല്ലാം പകുതി നിർത്തിയിട്ട് ഞങ്ങളെ നോക്കുന്നുള്ള. ഞങ്ങൾ നേരെ മുമ്പോട്ടേക്ക് പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ രാവിലെ പോകുന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകണം, നിർബന്ധമായിട്ട് പോകണം. അത് എന്നില്ലെങ്കിൽ ഞങ്ങളെ അവസ്ഥ കണ്ട ഫുള്ള് കുലുങ്ങുന്നുള്ള. വേറെല്ലാം ഫുള്ള് കുളുകുലു. ജുനി ഫുള്ള് കരച്ചലോടെ കരച്ചൽ. എന്ത് കഥ എന്നല്ല, പേടിച്ചിട്ട് കരയുന്നുള്ള. അങ്ങനെ നമ്മൾ സംഭവ സ്ഥലത്തേക്ക് തീടിയാൻ വണ്ടിയിൽ പാർക്കുന്നു. ഓഫ് റോഡ് വന്നെങ്കിൽ വണ്ടി ജീപ്പ് എല്ലാം വെക്കാനുള്ള സ്ഥലം ഇവിടെയാണുള്ള. ഇവിടെ ഞങ്ങൾക്ക് 10:10 ഇവിടുന്ന് 1 മണിക്കൂർ സമയം ഞങ്ങൾക്ക്. ഞങ്ങൾ 10:10 ഞങ്ങൾ തിരിച്ചു വരുന്നു. ഓനാണെങ്കിൽ ഫുള്ള് പേസർ. അങ്ങനെ എല്ലാവരും വണ്ടി നിൽക്കുന്നുണ്ട്. നോക്കെ ചെമ്മനൊന്നും നടൊന്നും കാണുന്നില്ല. ഫുള്ള് പൊളിഞ്ഞു. ജുനിയുണ്ട്. ജുനിയൊക്കെ എന്തായിട്ട് നേരെ ഉണ്ട്. അങ്ങനെ നേരെ മുമ്പോട്ടേക്ക് ഇവിടുന്ന് കുറച്ച് നടക്കാം. ഒരു 10 മിനിറ്റ് നടത്തേക്ക് നേരെ നമുക്ക് നേരെ എൻട്രി. നേരെ വ്യൂ പോയിന്റിലേക്ക് നേരെ കയറാം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ട് പോകണമെന്ന്. എന്തേ നമ്മ ഇത്ര കാലം ഇവിടെ വരാത്ത? എത്രോട്ട് വന്നത് കണക്കില്ല. സിയാബക്കാണ് 100 രൂപ ഇവിടെ വന്നത്. അന്നത്തെ ഇവിടെ പറ്റിയത് ആദ്യമായി തന്നെ. ഇവിടെ ഒരു സൈഡ് നാളത്തെ റീൽസിന് വേണ്ടിയിട്ടുള്ള സിയാബിനും ചെമ്മിന്റെ വീഡിയോ എടുക്കലാണ്. നാളത്തെ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ പുള്ളി 2 തന്നെ ഉണ്ടാവും. നോക്കിക്കോ.
അപ്പൊ ഇതിന്റെ കഥ നിങ്ങൾക്ക് അറിയണ്ടേ? ഇതിന്റെ കഥ എന്ന് വെച്ചാൽ മണ്ടൽപേട്ട് കൊട്ടുമുട്ടി കർണാടക കൂർഗ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുൽമേടിയാണ്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1600 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മണ്ടൽപേട്ടി മുഗളിപ്പേട്ടി എന്നും അറിയപ്പെടുന്നു. അതായത് മേഘങ്ങളുടെ കമ്പോളം. സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതും കാണാൻ ഇടുന്ന എന്തോ ഒരു മജ തന്നെയാണ് പറയുന്നത്. ഈടെ ബന്ധം ഏറ്റവും ചേലാണ് എന്തെന്ന് വെച്ചാൽ ഈടുത്തെ പ്രകൃതി നൽകുന്ന അത്ഭുതങ്ങളാണ്. പിന്നെ വരുമ്പക്കുള്ള ഓഫ് റോഡും പിന്നെ ഈടുത്തെ ആക്ടിങ് ഇതൊക്കെ തന്നെയാണ് ഈടെ ബന്ധം ഏറ്റവും ചേലാണത്. പിന്നെ മണ്ടൽപേട്ടി എന്നത് ഈടുന്നുള്ള ആൾക്കാർക്ക് അറിയുന്നില്ല, അത് പുറത്തു വരുന്ന ആൾക്കാർക്ക് അത്ര അറിയാത്ത സ്ഥലം കൂടിയാണ് ഈ മണ്ടൽപേട്ടി എന്നത്. ഇപ്പൊ സമയം ഏകദേശം 11 മണി. തണുപ്പ് നില നല്ല തണുപ്പ്. പിന്നെ ഡ്രൈവർ വിളിയും തുടങ്ങി. ഞങ്ങൾക്ക് പോകാനുള്ള സമയത്തിന് നിങ്ങളുടെ പെരുന്നാൾ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ളത്, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിൽ വന്നാൽ ഇവിടുത്തെ വ്യൂ പോയിന്റ് ശരിക്കും നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഇത്ര തണുപ്പുണ്ടാവില്ല. അത് എന്തെന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്ന് വെച്ചാൽ വ്യൂ പോയിന്റ് നേരെ നോക്കുമ്പോഴുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ സമയത്ത് തന്നെ വരണം. ഈ സമയത്ത് വന്നാൽ നമുക്ക് മേഘം മൂടിയത് കൊണ്ട് എന്ത് കാണാൻ പറ്റില്ല. അങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് വന്ന് ജീപ്പിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോഷോട്ടാണ് നിങ്ങൾ കാണുന്നത്. ജീപ്പിന്റെ ഡ്രൈവറാണ് എടുക്കുന്നത്. ഓനാണെങ്കിൽ ഫുള്ള് ചൂട്ടിൽ കാണാൻ ഞങ്ങൾ സമയാധികമായി നിലത്ത്. അങ്ങനെ ഓന്റെ കയ്യും കാലും പൊടിച്ച് ഞങ്ങൾ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് അങ്ങനെ ജീപ്പിൽ കയറി ഞങ്ങൾ ബൈലോട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഞാനെന്താ ബാക്കിലിരിക്കാൻ കാരണം ജൂനിക്ക് എന്താ വേറെ കുളുകളായതുകൊണ്ട് ഓന് എതിർ ഇന്ത്യ എന്നെ ബാക്കിൽ. കാരണം എതിർ നിങ്ങൾ അത്ര വേറെ കുളുകളാന്നില്ല. അപ്പൊ നിങ്ങളോട് പ്രത്യേകം പറയാനുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം മടിക്കേരിയിൽ വന്ന് മുണ്ടൽപേട്ടി പോയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇതിന് താഴെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറന്നു പോകരുത്. മടിക്കേരിയിലെ പുതിയൊരു വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.